വിശദാംശങ്ങളിലേക്ക് നോക്കാം. അദാനി ഗ്രൂപ്പിനെതിരായ റിപ്പോർട്ടിൽ ഉറച്ച് ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ്. റിപ്പോർട്ടിലെ ചോദ്യങ്ങൾക്ക് അദാനി ഗ്രൂപ്പിന് മറുപടിയില്ലെന്ന് ഹിൻഡൻബർഗ് വ്യക്തമാക്കി. എല്ലാ രേഖകളും കയ്യിലുണ്ടെന്നും അദാനിയുടെ നിയമ നടപടി നേരിടാൻ തയ്യാറാണെന്നും ഹിൻഡൻബർഗ് വ്യക്തമാക്കി. റിപ്പോർട്ടിന്റെ അവസാനം 88 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ 36 മണിക്കൂറായിട്ടും ഒരു ചോദ്യത്തിനും മറുപടിയില്ല. 106 പേജുള്ള വിശദമായ റിപ്പോർട്ടിനെ ഗവേഷണം ഒന്നും നടത്താതെ തയ്യാറാക്കിയ റിപ്പോർട്ടെന്നാണ് അദാനി വിശേഷിപ്പിച്ചെന്നും ഹിൻഡൻബർഗ് വ്യക്തമാക്കി. വിവരങ്ങളുമായി അനീഷ് ചെറുവള്ളി ചേരുന്നു. അനീഷ്, ഹിൻഡൻബർഗ് തങ്ങളുടെ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുന്നു. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദാനി ഗ്രൂപ്പിന് മറുപടിയില്ല എന്നാണ് അവർ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തതയാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്? എന്താണ് ഈ കാര്യത്തിൽ അദാനി ഗ്രൂപ്പിന്റെയും പ്രതികരണം? ഫിജി, ഇത് സംബന്ധിച്ച് ചില പുതിയ വിവരങ്ങൾ കൂടി ഇപ്പോൾ ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിന് പിന്നാലെ അദാനിയുടെ ഇന്ത്യയിലെ വ്യവസായ സാമ്രാജ്യത്തെ പിഴച്ചുലയ്ക്കുന്ന തരത്തിലേക്ക് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് മാറിയെന്ന തരത്തിലാണ് ഇപ്പോൾ നിലവിലുള്ള ബിസിനസ് രംഗത്തെ, ഓഹരി വിപണി രംഗത്തെ ചില സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനികളുടെ ഓഹരികളുടെ മൂല്യം 20% വരെ ഇടിഞ്ഞിരിക്കുന്നു. ഏകദേശം ഒരു വലിയ ഇടിവാണ് വിപണിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ ഇടിവ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ബിസിനസ് സാമ്രാജ്യം, അദാനിയുടെ ബിസിനസ് ഗ്രൂപ്പുകൾക്ക് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വരുത്തി വച്ചിരിക്കുന്ന നാശനഷ്ടം വലിയ രീതിയിൽ തന്നെ വലുതാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഏകദേശം 20% ഇടിവ് എന്നുള്ളത് ഒരു അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ദൈനംദിനം വളർച്ച മാത്രം രേഖപ്പെടുത്തുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമായി തന്നെ 20% നമുക്ക് കാണേണ്ടി വരുന്നു. ഫിജി, പ്രധാനമായും ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിലെ അദാനി ഗ്രൂപ്പിൻ്റെ ബിസിനസ് രംഗത്തെ ഓഹരി വിപണികളിൽ ഉൾപ്പെടെ അദാനി ഗ്രൂപ്പിന് ഇപ്പോൾ തിരിച്ചടി നേരിടാൻ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രധാനമായും ഈ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അദാനി കമ്പനികളുടെ ഓഹരികൾ പെരുപ്പിച്ച് കാണിക്കുന്നുവെന്നാണ് ഹിൻഡൻബർഗ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ടാണ് പിന്നീട് വലിയ ഇന്ത്യയിൽ വലിയ തുടർചലനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് അമേരിക്കൻ ഗവേഷണ സ്ഥാപനമാണ് ഹിൻഡർ ഗ്രൂപ്പ്. ഈ ഒരു ഗ്രൂപ്പാണ് നിലവിൽ അദാനിക്കെതിരെ ഒരു റിപ്പോർട്ടുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. 88 ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനോട് നിലവിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും 7 കമ്പനികളുടെ മൂല്യം അദാനി ഗ്രൂപ്പ് ഊതിപ്പെരുപ്പിച്ചു എന്നാണ് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിലുള്ള ആരോപണം. മൗറീഷ്യസ്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ അദാനി ഗ്രൂപ്പ് കടലാസ് കമ്പനികൾ രൂപീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഓഹരികളിൽ കൃത്രിമം കാണിച്ചതെന്നാണ് ഹിൻഡൻബർഗിലെ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ആരോപണം. അതായത് കമ്പനികളുടെ 75%, കമ്പനികളുടെ ആസ്തിയിൽ 75% ഇത്തരത്തിൽ കമ്പനികളുടെ ആസ്തിയിൽ 85% ഇത്തരത്തിൽ കൃത്രിമം കാട്ടിക്കൊണ്ടാണ് നേടിയെടുത്തത് എന്ന തരത്തിലാണ് ഹിൻഡൻബർഗ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഹിൻഡൻബർഗ് പറയുന്ന ഒരു കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നിലവിൽ അദാനി കമ്പനികളുടെ ആകെ ആസ്തി എന്ന് പറയുന്നത് 12,000 കോടി ഡോളറാണ്. ഇതിൽ 10,000 കോടി ഡോളറും ഇത്തരത്തിൽ കൃത്രിമം കാട്ടിയാണ് സമാഹരിച്ചതെന്നാണ് ഹിൻഡൻബർഗ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഈ ആരോപണം. ഈ ആരോപണത്തിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പിൻ്റെ 10 കമ്പനികളുടെ ഓഹരി വിപണിയിൽ ഓഹരി മൂല്യത്തിൽ വലിയ ഇടിവുണ്ടായത്. ഏകദേശം 10 കമ്പനികളുടെ ഓഹരി മൂല്യത്തിൽ കഴിഞ്ഞ ദിവസം ഇടിവുണ്ടായിരുന്നു. ഏകദേശം 90,000 കോടി രൂപയാണ് അദാനിക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഓഹരി വിപണിയിൽ നഷ്ടമുണ്ടാക്കിയത്. ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു തുടർചലനം എന്ന നിലയിലാണ് അദാനിക്ക് നിലവിൽ ഇത്തരത്തിൽ വിപണിയിൽ നഷ്ടം നേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അദാനിയുടെ
വ്യവസായ രംഗത്തെ നിലവിലുള്ള ഒരു പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ബ്ലൂംബർഗിൻ്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൗതം അദാനി 2ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ ഈ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിന് പിന്നാലെ അദാനി ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്ത് നിന്ന് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഈ തരത്തിൽ അദാനിയെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കാൻ കഴിയാത്ത അത്ര പരിക്ക് നിലവിൽ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അദാനിക്കുണ്ടായെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു റിപ്പോർട്ടിനോട് കാര്യമായ പ്രതികരണങ്ങളൊന്നും അദാനി ഗ്രൂപ്പ് നിലവിൽ നടത്തുന്നില്ലെങ്കിൽ കൂടി കമ്പനി പ്രധാനമായും വ്യക്തമാക്കുന്നത് ഹിൻഡൻബർഗിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ്. ഈ രാജ്യത്ത് നിലവിൽ നമുക്കറിയാം അദാനിയുടെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളെല്ലാം ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. എന്നാൽ ഹിൻഡൻബർഗ് ആകട്ടെ, ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് ആകട്ടെ അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനവുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഹിൻഡൻബർഗിനെതിരെ ഏത് തരത്തിലുള്ള നടപടിയാണ് അദാനി ഗ്രൂപ്പ് കൈക്കൊള്ളാൻ ആലോചിക്കുന്നത് എന്നത് നമുക്ക് നിലവിൽ വ്യക്തമല്ല. എങ്കിൽ കൂടി നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ വ്യക്തമായ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് 20,000 കോടി രൂപയാണ് അവർ ഓഹരി വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ഹിൻഡൻബർഗ് നടത്തുന്നത് എന്നാണ് അവരുടെ ആക്ഷേപം. എന്ത് നടപടികളുമായി അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ? നിലവിൽ നമുക്കറിയാം, അദാനി ഗ്രൂപ്പിന് ഇന്ത്യയിൽ ഇക്കാര്യത്തിലൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുക എന്നുള്ള അതിന് വലിയ നിയമസാധ്യതയൊന്നും നിലവിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹിൻഡൻബർഗ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പിന് ഒരുപക്ഷെ ഈ ഹിൻഡൻബർഗിൻ്റെ ആരോപണത്തെ നേരിടാൻ കഴിയും. എങ്കിൽ കൂടി നിലവിൽ ഇതിന് ഏത് ഫോറത്തെ ആയിരിക്കും അന്താരാഷ്ട്ര തലത്തിൽ അദാനി ഗ്രൂപ്പ് സമീപിക്കുക എന്നുള്ളത് വ്യക്തമല്ല. നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജോർജ് ജോസഫ്, അദാനി ഗ്രൂപ്പും അതുപോലെ ഹിൻഡൻബർഗും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ സാമ്പത്തിക ലോകം ഉറ്റുനോക്കുന്നത്. പ്രധാനമായും തങ്ങളുടെ ആക്ഷേപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഹിൻഡൻബർഗ് പറയുന്നു. അതല്ല, ഇതൊരു അട്ടിമറി ശ്രമമാണ് എന്നുള്ള തരത്തിലാണ് അദാനി ഗ്രൂപ്പിന്റെ നീക്കം. എന്തായാലും സാമ്പത്തിക വ്യവസ്ഥിതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിൽ വലിയ കനത്ത ഇടിവ് സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെ സാമ്പത്തിക മേഖലയിൽ ഈ ഒരു ഏറ്റുമുട്ടൽ മാറ്റം വരുത്തും? സാമ്പത്തിക മേഖലയിൽ പ്രത്യേകിച്ച് ഓഹരി വിപണിയിൽ ഇത് വലിയ തോതിലുള്ള ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കാൻ എല്ലാ സാധ്യതകളും നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളുടെ എല്ലാം വില ഇടിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമായിട്ടുള്ളൊരു മെസ്സേജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ, ലോകത്തെ 3ാമത്തെ അതിസമ്പന്നനായ വ്യക്തിയുടെ കീഴിലുള്ള കമ്പനികളിൽ ഇത്തരത്തിലുള്ളൊരു രീതിയിലുള്ള ഫ്രോഡ് രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കമ്പനിയെ മാത്രമല്ല, അത് ഇന്ത്യൻ മാർക്കറ്റിനെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. കാരണം മറ്റ് കമ്പനികളിൽ ഒരുപക്ഷെ നേരത്തെ ഇതുപോലെ തന്നെ IT മേഖലയിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്തു, അവരുടെ അക്കൗണ്ട്സും ഒക്കെ കൃത്രിമമായിട്ട് സൃഷ്ടിച്ച് ലാഭം പെരുപ്പിച്ച് കാണിച്ചു എന്നുള്ള ഒരു സംഭവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. അതുപോലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 1990 ശേഷം എടുക്കുകയാണെങ്കിൽ നിരവധി സ്കാമുകളിലൂടെ കടന്ന്, ഹർഷത് മേത്ത മുതൽ കേതൻ പരേഖ് അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന നിരവധിയായ സ്കാമുകൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുർബലമായൊരു സാഹചര്യം അല്ലെങ്കിൽ മോശമായൊരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഭവം തീർച്ചയായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്നതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഏതായാലും അദാനി ഗ്രൂപ്പിന്റെ എല്ലാ കമ്പനികളുടെയും ഓഹരികളെ അത് പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു. മറ്റൊരു ജോർജ് ജോസഫ്, 88 ചോദ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് ഹിൻഡൻബർഗ് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. അതിന് വ്യക്തമായ ഉത്തരം നൽകാൻ അദാനി ഗ്രൂപ്പിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് തീർച്ചയായും വലിയ റിസർച്ചിന്റെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടായിരിക്കും എന്ന് തന്നെ ഉറപ്പിക്കാമോ? അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 വർഷത്തെ റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്.
മാത്രവുമല്ല അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം 2 പ്രാവശ്യം വന്നു. ആ പ്രതികരണം എല്ലാം വന്നപ്പോഴും ഹിൻഡൻബർഗ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ വാദങ്ങളിൽ, ഞങ്ങളുടെ ആക്ഷേപങ്ങളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഏത് തരത്തിലുള്ള നിയമ നടപടികളെയും എന്ത് രീതിയിലുള്ള നടപടികളെയും ഞങ്ങൾ നേരിടാൻ തയ്യാറാണെന്ന് അവർ അപ്പോൾ തന്നെ മറുപടി കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സംശയകരമായ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിനെ ഒരു ഇരുട്ടിൽ നിർത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അദാനി ഗ്രൂപ്പ് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ നിയമപരമായി നേരിടും എന്ന് പറയുന്നു എന്നുള്ളതിൽ കവിഞ്ഞിട്ട് 88 ചോദ്യങ്ങൾ അക്കമിട്ട് അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഈ എക്സ്പ്ലനേഷൻ പത്രക്കാർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ഉത്തരവില്ലായിരിക്കും, പക്ഷെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം മുമ്പ് സ്കാമിൽ ഞാൻ നേരത്തെ പറഞ്ഞ കേതൻ പരേഖിന്റെ സ്കാമിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, അതിലെ പ്രമുഖ ഉദ്യോഗസ്ഥൻ കേതൻ പരേഖിന്റെ കീഴിൽ വലിയ പൊസിഷനിൽ ഇരുന്നിരുന്ന ഒരു വ്യക്തിയാണ് അദാനി ഗ്രൂപ്പിന് വേണ്ടി ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസിന്റെയും കാര്യത്തിൽ പല ഇതിലും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിരിക്കുന്ന ഫേമിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അതൊക്കെ കൃത്യമായിട്ട് അടുത്ത മറുപടി കൊടുക്കുമ്പോൾ പ്രസ് റിലീസിലൂടെ കൊടുക്കാമല്ലോ. ഞങ്ങൾക്ക് ഇന്നൊരാളായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങളുടെ ജീവനക്കാരനല്ല, അല്ലെങ്കിൽ അല്ലെന്ന് പറയാൻ കഴിയും. 2, ഞങ്ങളുടെ ഓഡിറ്റ് ഫേം ഇന്നതാണ്, ഓഡിറ്റ് ഫേമിന് ഇത്രയും കാലത്തെ പാരമ്പര്യമുണ്ട്, ഇന്ന കമ്പനികളുടെ വൻകിട കമ്പനികളിലേക്ക് ഓഡിറ്റ് ചെയ്യുന്ന വളരെ വിഖ്യാതമായൊരു ഫേമാണ് എന്നെല്ലാം പറയാ. അത്തരം ചില ക്വസ്റ്റ്യൻസിന് മറുപടി കൊടുക്കാൻ കഴിയേണ്ടതാണ്. പക്ഷെ അതുപോലും അദാനിക്ക് കഴിയുന്നില്ല. അതിനു പകരം നിയമപരമായി ഞങ്ങൾ നേരിടും, അതെല്ലാ ചോദ്യങ്ങൾക്കും ഏത് രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്കും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്, ഞാൻ അതിനെ നിയമപരമായി നേരിടും എന്ന് പറയാം. അത്തരത്തിലൊരു 2-3 പാരഗ്രാഫിലുള്ള മറുപടി അല്ലാതെ അദാനി ഗ്രൂപ്പിന് ഓഹരി നിക്ഷേപകരുടെയോ സ്റ്റോക്ക് മാർക്കറ്റിലെ മറ്റു ബന്ധപ്പെട്ടവരുടെ മൊത്തത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒന്നും വിശ്വാസം വീണ്ടെടുക്കുന്ന തരത്തിലുള്ള മറുപടി. ശ്രീ ജോർജ് ജോസഫ്, 90,000 കോടി രൂപയുടെ ഇടിവാണ് ഒറ്റ ദിവസം കൊണ്ട് ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പിന് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ഇടിവിൽ നിന്ന്, വീഴ്ചയിൽ നിന്ന് പെട്ടെന്ന് കരകയറുക സാധ്യമാണോ? ഈ നിയമ നടപടികൾ ഇനി തുടർന്ന് പോകാനിരിക്കുന്നതേ ഉള്ളൂ. അല്ല, അത് വളരെ ഒരു വിഷമകരമായ ഒരു സാഹചര്യം ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാം, അദാനി ഗ്രൂപ്പിന്റെ കമ്പനികളിലുണ്ടായ വളർച്ച, അതായത് 1990-കൾ 80-കളുടെ അവസാനത്തിൽ ഒരു ഫ്ലീറ്റ് ഓപ്പറേറ്ററായിട്ട് 4-5 ലോറികളുമായി ചരക്ക് നീക്കുന്ന ഒരു ഓപ്പറേറ്ററായിട്ട് രംഗത്ത് വരുന്ന ഒരു വ്യക്തിയാണ്. അതിനു മുമ്പ് അദ്ദേഹം ബോംബെയിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമിൽ അതുപോലുള്ള കമ്പനികളിലൊക്കെ ജീവനക്കാരനായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം മാറി ഈ ചെറിയ ബിസിനസ് തുടങ്ങുകയും മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള അഭൂതപൂർവമായ ഒരു വളർച്ച എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹം തന്നെ വളരെ സംശയദൃഷ്ടിയോടുകൂടിയാണ് പലപ്പോഴും നോക്കിയിരുന്നത്. അതിൽ നമുക്ക് അതുപോലെ തന്നെ ഈ ആക്ഷേപങ്ങളിൽ നിരവധി ഷെൽ കമ്പനികളെ കുറിച്ച് പറയുന്നുണ്ട്. മൗറീഷ്യസ്, UAE, അതുപോലെ തന്നെ കരീബിയൻ ഐലൻഡ്സ് പോലെയുള്ള സേഫ് ഹെവൻസ് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള നിക്ഷേപങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി അടിവരയിട്ട് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു നിക്ഷേപം ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ അവിടെ നിന്നും ആ പണം വെളുപ്പിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന കഥകൾ അക്കമിട്ട്, അത് ഒരുപക്ഷെ ആ റിപ്പോർട്ട് വായിക്കാൻ ഒരു വലിയ ലോങ് റിപ്പോർട്ടാണ്, നമുക്ക് വായിക്കാൻ തന്നെ വളരെ ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം അക്കമിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഷെൽ കമ്പനികളുടെ കാര്യത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധിയായ ഷെൽ കമ്പനികളുടെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ ബാങ്കുകളിൽ നിന്നും ഇതിനകത്ത് രസകരമായ കാര്യം, ബാങ്കുകളിൽ ഈ ഓഹരികളെല്ലാം ഈടിന്മേലാണ് വലിയ തോതിൽ വായ്പ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ വായ്പകളിലൊക്കെ ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ ആ അസറ്റിന്റെ, അതായത് ഓഹരികളുടെ 90,000 കോടി രൂപയുടെ ഇടിവ് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ക്രെഡിബിലിറ്റി, അതിന്റെ ശക്തി താഴോട്ട് പോയി. അപ്പൊ എത്രമാത്രം ബാങ്കുകൾക്ക് അത് പ്രതികൂല ഒരു സാഹചര്യം സൃഷ്ടിക്കും. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വായ്പ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദാനി, നമ്മളൊന്ന് ഓർക്കണം. അപ്പൊ അതെല്ലാം പൊതുവിൽ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അതൊരു കൺസേൺ ആണെങ്കിൽ ബാങ്കിങ് സെക്ടറിനും പൊതുവിൽ സമ്പദ് മേഖലയ്ക്കും അതൊരു കൺസേൺ തന്നെയാണ്. അതുകൊണ്ട് വെറുതെ ലീഗൽ നടപടിയിലേക്ക് പോകും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലൊരു ഫൈനാൻഷ്യൽ റിസർച്ച് ഏജൻസി ഒരു വിശ്വാസ്യതയും ഇല്ലാതെ, ശരി എന്നാ അവരുടെ 20,000 കോടി രൂപയുടെ ഓഹരി മാർക്കറ്റിലേക്ക് അവർ കളക്ട് ചെയ്യാൻ പോകണം, അതങ്ങനെ അട്ടിമറിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിസർച്ച് ഓർഗനൈസേഷൻ
രംഗത്ത് വരുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അപ്പൊ അവര് അത്രയും കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ അക്കമിട്ട് പറയുന്നത് നമുക്ക് വായിച്ചു നോക്കിയാൽ സാമാന്യ യുക്തി കൊണ്ട് പോലും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിൽ നിന്നും മറികടക്കുക എന്ന് പറയുന്നത് വെറുതെ ഒരു കേസ് കൊടുക്കും, 2 പാരഗ്രാഫിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത് കൊണ്ടൊന്നും അത്രയ്ക്ക് കാര്യങ്ങൾ പോകും എന്നില്ല. പിന്നെ പൊളിറ്റിക്കൽ മൈറ്റിന്റെ ബലത്തിലാണ് ശ്രീ ജോർജ് ജോസഫ്, ഒരു കാര്യം കൂടി നമുക്കറിയാം, ഇതൊരു വിദേശ സ്ഥാപനമാണ്, വിദേശ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഫിനാൻഷ്യൽ റിസർച്ച് സ്ഥാപനമായ ഹിഡൻബർഗ്. അതുകൊണ്ട് തന്നെ US ആസ്ഥാനമായ ഈ കമ്പനിക്കെതിരെ എന്തെങ്കിലും നടപടിക്ക് നോക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ US നിയമ സാധുതകൾ തേടുകയൊക്കെ അദാനിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇന്ത്യയിൽ എന്തായാലും ഒരു കേസിന് പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇന്ത്യൻ കമ്പനിയല്ല, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അമേരിക്കയുടെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം അവര് ഇത് ചെയ്യാൻ. ഇത് ഫോൾസ് ആണ്, ഞങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇവര് മനഃപൂർവ്വം ചെയ്തതാണ്, ഞങ്ങളുടെ ബിസിനസ് സാധ്യതകൾ. ശ്രീ ജോർജ് ജോസഫ്, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ DBFSൽ നിന്നും പ്രിൻസ് ജോർജ് ചേരുന്നു. ശ്രീ പ്രിൻസ് ജോർജ്, എന്തായാലും വലിയ ഇടിവാണ് അദാനി ഓഹരികൾക്ക് വിപണിയിൽ സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഇടിവ് നമ്മൾ വീഴ്ച മനസ്സിലാക്കേണ്ടത്? അദാനി ഓഹരികളുടെ വില മാർക്കറ്റിന്റെ ഉള്ള മറ്റു ഓഹരികളെ വെച്ചിട്ട് നോക്കുന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയേറെ കഴിഞ്ഞ വർഷങ്ങളിൽ മുകളിലേക്ക് പോയിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ 9ഓളം ലിസ്റ്റഡ് സ്റ്റോക്കുകളുണ്ട് അദാനിക്ക്. എല്ലാ സ്റ്റോക്കുകളും തന്നെ ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോയതാണ്. അപ്പൊ പല ആളുകളും ഒരു വിമർശനം പറഞ്ഞിരുന്നു, അദാനി സ്റ്റോക്കുകൾക്ക് വാല്യുവേഷൻ വൈസ് ഒട്ടും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു വിലയാണ്, എന്തോ ആർട്ടിഫിഷ്യലായിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ വില മുകളിലേക്ക് പോകുന്നതെന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം വന്നേക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്രിഹെൻസീവായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പല ഇഷ്യൂസും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ മറുപടി അദാനി ഗ്രൂപ്പ് തന്നെയാണ് പറയേണ്ടത്. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്. ആ ക്ലാരിറ്റി വരാത്ത സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അദാനി ഗ്രൂപ്പ് ഓഹരികൾ താഴേക്ക് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് ഒരു പരിധിവരെ ഈ പല അലിഗേഷൻസ് ഉണ്ട്. ഈ റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവന്ന സ്ഥാപനത്തെ പറ്റി അവര് ഒരു ഫോറൻസിക് റിസർച്ച് സ്ഥാപനം എന്ന് പറയുമ്പോഴും അതൊരു എന്ത് ഇന്റൻഷനോട് കൂടിയാണ് കൊണ്ടുവന്നത്? അവർ ഷോർട്ട് പൊസിഷൻസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്തരം ഒരു പാനിക് ഉണ്ടാക്കുന്നതാണോ, അതോ അവര് വേറെന്തെങ്കിലും ഇന്റൻഷൻ വെച്ചിട്ടാണോ ചെയ്യുന്നത്? ഈ FPO അദാനിയുടെ ഒരു പബ്ലിക് ഇഷ്യൂ ഇപ്പം നടക്കുന്നുണ്ട്. 22,000 കോടി രൂപ കളക്ട് ചെയ്യാനുള്ള ഒരു ഇഷ്യൂ ആണ്. അത് ജനുവരി 31-നാണ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ തുരങ്കം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്, എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും തീർത്ത ഒരു തള്ളിക്കളയാവുന്ന റിപ്പോർട്ടല്ല അത്. അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം അദാനി ഗ്രൂപ്പ് നൽകിയേ പറ്റത്തുള്ളൂ. അത് കിട്ടുന്നിടം വരെ എന്തായാലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദാനി ഗ്രൂപ്പ് ഷെയറുകൾ വിറ്റൊഴിയാനോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് അതിലേക്ക് എക്സ്പോസ് ചെയ്യാനോ അവർ ആരും താല്പര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ശ്രീ പ്രിൻസ് ജോർജ്, ഈ ഇടിവിൽ നിന്ന് കരകയറുക അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് എളുപ്പമല്ല എന്നുള്ളതാണോ? അവരുടെ FPO തടയാൻ അല്ലെങ്കിൽ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം അത് എത്രമാത്രം വിജയകരമാകും എന്ന് അത് ശരിക്കും അദാനി ഗ്രൂപ്പിന്റെ ആക്ഷേപമാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ അതിന്റെ വസ്തുത എന്താണ്? അല്ല, അതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ പറയത്തില്ല, നമുക്ക് കഴിക്കാവുന്ന അത്രയും മാത്രമേ നമ്മൾ വായിലേക്ക് ഒരു സമയത്ത് എടുക്കാവുള്ളൂ, അതിനപ്പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അദാനി ഗ്രൂപ്പ് വളരെ പെട്ടെന്ന് തന്നെ ലോകത്തെ 1ാം നമ്പർ ഗ്രൂപ്പ് ആകാൻ വേണ്ടിയിട്ടും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഹോൾഡിംഗ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരാളെന്നൊക്കെ ഉള്ള ഒരു സ്റ്റാറ്റസ് ഏൺ ചെയ്യാൻ വേണ്ടി പല മേഖലകളിലേക്കും പോയി വലിയ രീതിയിൽ അവർ എക്സ്പാൻഡ് ചെയ്തപ്പോഴെല്ലാം അവർക്ക് ഫിനാൻസ് വന്നത് കുറച്ചൊക്കെ കടമെടുത്തിട്ടാണ്. അതായത് അവരുടെ തന്നെ ഷെയറുകൾ പ്ലെഡ്ജ് ചെയ്തിട്ട് അവർ ലോൺ എടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ അവർക്ക് ബാങ്കുകൾ, പൊതുമേഖലാ ബാങ്കുകൾ അടക്കം, SBI അടക്കം, LIC അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ വലിയ തോതിൽ അവർക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവരെടുത്തേക്കുന്ന ഒരു ലെവൽ, ഇവരുടെ കപ്പാസിറ്റിക്ക് മുകളിലുള്ള ഒരു ലെവലാണ് ഇവരെടുത്തേക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു പരിധി വരെ മാർക്കറ്റിലുള്ളവർക്കുണ്ട്. പിന്നെ ഇതുകൊണ്ട് ചിലപ്പോൾ ഇവർ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഇവർ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു പരിധി വരെ ഈ ഡെറ്റൊക്കെ കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോസിറ്റീവായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു ഡാമേജിലേക്ക് ഇത് പോകത്തില്ല. കാരണം ഈ അദാനി ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സെക്ടേഴ്സ് ഒക്കെ വളരെ റിയൽ ആയിട്ടുള്ള സെക്ടേഴ്സ് ആണ്. എയർപോർട്ടുകൾ, പോർട്ടുകൾ, സിമെന്റ് കമ്പനികൾ,
കോൾ കമ്പനികൾ, എനർജി കമ്പനികളൊക്കെ. ഇതിനൊക്കെ ഒരു ഫ്യൂച്ചർ ഉണ്ട്. അടുത്ത 10 വർഷത്തിൽ ഇന്ത്യ ഒരു വലിയ എക്കണോമിയായിട്ട് മാറുകയാണെങ്കിൽ ഈ കമ്പനികൾക്കൊക്കെ വലിയൊരു ഫ്യൂച്ചർ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവർക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഈസി ആയിട്ട് പുറത്തു വരാൻ സാധിക്കും. പക്ഷെ അവരതിനുള്ള ഒരു ഓപ്പൺനെസ് കാണിക്കുമോ, അത് വേറെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ വല്ലതും നടക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും പുറത്തു വരുമോ എന്നൊക്കെ ഉള്ളത് നമുക്കിപ്പം പ്രൊഡിക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. വളരെ നന്ദി ശ്രീ പ്രിൻസ് ജോർജ്, താങ്കളുടെ പ്രതികരണത്തിന്. ശ്രീ ജോർജ് ജോസഫിലേക്ക് തിരികെ എത്തുന്നു. ശ്രീ ജോർജ് ജോസഫ്, എന്തായാലും ഈ വളരെ വ്യക്തമായ ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ഹിഡൻബർഗ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഏത് വെല്ലുവിളിയും നേരിടാൻ, അല്ലെങ്കിൽ നിയമയുദ്ധമാണെങ്കിൽ അതിന് സന്നദ്ധരായി തന്നെ മുന്നിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിപണിയിൽ ഉണ്ടാകുന്ന ഒരു ചലനം, വീഴ്ച ഏത് തരത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. കാരണം ആ കമ്പനിയെ സംബന്ധിച്ച് അവരുടെ വളർച്ച ഒരു ഇൻഫ്ലേറ്റഡ് ആണ്, റിയലിസ്റ്റിക് ടേംസിലല്ല. രാഷ്ട്രീയത്തിന്റെ ഒക്കെ പിൻബലത്തോടെയും മറ്റു പല നേരത്തെ പ്രിൻസ് സൂചിപ്പിച്ചതുപോലെയുള്ള ലോണുകളെല്ലാം തന്നെ അവർക്ക് രാഷ്ട്രീയപരമായ സമ്മർദ്ദത്തിന്റെയും മറ്റു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നേടിയെടുത്തു എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിൽ ഒരു കൽക്കരി മേഖലയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ വായ്പ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതിന് ഇന്നത്തെ ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുണ്ട് എന്നുള്ള അർത്ഥത്തിലുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. ഇവരെ ഒരു നിഴലിൽ നിർത്തുന്ന പല വാർത്തകളും ഇതുപോലെ തന്നെ പുറത്തു വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ പെട്ടെന്നുള്ളതായിട്ടുള്ള ഈ വളർച്ചയ്ക്ക് പിന്നിൽ ഒരു ബിസിനസ് വളരുന്നതിന് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്. അത് നമുക്ക് ഇപ്പൊ ടാറ്റ എടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിലെ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ഗ്രൂപ്പുകൾ എടുക്കുക, അവരുടെ എല്ലാം വളർച്ചയുടെ ഒരു ഗ്രാഫ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒറ്റയടിക്ക് കുത്തനെ ഒരു 5-10 ലക്ഷം രൂപയുടെ ബിസിനസ് തുടങ്ങിയിട്ട് 10-20 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റുമായി ബിസിനസ് തുടങ്ങിയിട്ട് ഒറ്റയടിക്ക് ലോകത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ പണക്കാരനായി മാറുക എന്ന് പറയുന്നത് ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ഹിൻഡൻബർഗിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അവർ സംരക്ഷിക്കേണ്ടത് ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ഒരുപക്ഷെ ഈ കമ്പനിയിൽ ഇനിയും കൂടുതൽ ആളുകൾ നിക്ഷേപം നടത്തി, ഇന്ത്യക്കാരായാലും വിദേശികളായാലും നിക്ഷേപം നടത്തി പോകുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടസാധ്യതകൾ, ഇതെല്ലാം അവർക്ക് ജനങ്ങളുടെ മുമ്പാകെ അല്ലെങ്കിൽ നിക്ഷേപകരുടെ മുമ്പാകെ, സാമ്പത്തിക മേഖലയ്ക്ക് മുമ്പാകെ കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവരുടെ FPOയെ തകർക്കുക എന്നുള്ളൊരു ഇന്റൻഷനാണ് എന്നൊന്നും പറഞ്ഞ് കൈ കഴിയാൻ പറ്റില്ല. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 88 നിർണായകമായ ചോദ്യങ്ങളിൽ പലതും ഇവര് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അവരുടെ ഓഡിറ്റ് ഫേമിനെ കുറിച്ചുള്ള സംശയങ്ങള്, വിദേശ നിക്ഷേപങ്ങളുടെ ഷെൽ കമ്പനികളുടെ കാര്യങ്ങള്, പിന്നെ ഇത്തരത്തിൽ ഒരു പാരമ്പര്യമില്ലാത്ത മോശം പാരമ്പര്യമുള്ള ആളുകൾ ഉയർന്ന തലത്തിൽ ഇരിക്കുന്നത്, ഇതെല്ലാം ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാം. ശ്രീ ജോർജ് ജോസഫ്, അവസാനമായി ഇത് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവരുടെ വ്യവസായ സാമ്രാജ്യത്തിന് തന്നെ എത്രമാത്രം കോട്ടം വരുത്തുന്ന ഒരു കാര്യമാണ്? അവരുടെ സാമ്പത്തിക നില, അതിനെ ഇളക്കം തട്ടുന്ന കാര്യമാണ് ഇത് തീർച്ചയായും സംഭവിച്ചിരിക്കുന്നത്. അത് എത്രമാത്രം ആഴത്തിലുള്ളതായിരിക്കും? അല്ല, അതാണ് ഒരു വലിയ പ്രശ്നമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇനി അങ്ങോട്ട് ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഷെയർ വാല്യൂ വെച്ചിട്ട്, ഇവരുടെ ഓഹരികൾ പ്രൊജക്ട് ചെയ്തിട്ടാണ് ഇവര് വലിയ തോതിൽ ലോൺ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇപ്പോ വളരെ താഴ്ന്ന നിലയിലേക്ക് പോയി. പിന്നെ ഇനിയിപ്പോൾ പല സ്ഥാപനങ്ങൾക്കും കടം കൊടുക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അന്വേഷിക്കേണ്ടതായിട്ടും വളരെ ആലോചനകൾ വേണ്ടി വരും. നേരത്തെ അദാനി ഗ്രൂപ്പിന്റെ ഒരു ഫേം എന്ന് പറയുമ്പോൾ കണ്ണടച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി ഒരു വിഷയം ഉണ്ടാവും. അവരെ പൊളിറ്റിക്കലി ഇത്ര ശക്തമാണ്, വലിയൊരു ശക്തമായ കമ്പനിയാണ്, വലിയ പൊസിഷനിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ വലിയ ആലോചനകൾ അതിനകത്ത് വരില്ല. പക്ഷെ ഇനിയിപ്പോ അതല്ല. അതുകൊണ്ട് ഇന്ത്യയിലും വിദേശത്തും ഒരു ബാഡ് ഇമേജിലേക്ക് ഈ കമ്പനി പോകുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അത് വളർച്ചാ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ നിക്ഷേപവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ടൈൻറ്റഡ് കമ്പനി എന്നുള്ളൊരു ലേബൽ കുറച്ച് അവർക്ക് വരികയാണ്. അവിടെ അമേരിക്കയിലൊരു ഫേം ഇന്ത്യയിലൊരു വലിയ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം ലോക സാമ്പത്തിക സമൂഹം മുഖവിലേക്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിവിടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കാം, ഞങ്ങളെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നതാണ്, ഇന്ത്യയുടെ
എന്ന് പറഞ്ഞു നിൽക്കാൻ പറയാ എന്നല്ലാതെ വേറെ ഇതൊന്നുമില്ല. ഏതായാലും അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഫോർ ദി ടൈം ബീങ് അറ്റ്ലീസ്റ്റ് താൽക്കാലികമായിട്ടെങ്കിലും ഒരുപക്ഷെ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ച് മുമ്പോട്ട് വരുമായിരിക്കാം. താൽക്കാലികമായിട്ടാണെങ്കിലും വലിയ തിരിച്ചടിയാണ് സാമ്പത്തിക മേഖലയിൽ, അവരുടെ പ്രവർത്തന മേഖലയിൽ, നിക്ഷേപ സാധ്യതകളിലൊക്കെ നേരിടുന്നതിനുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്ത ഒരു കാര്യമാണ്. വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്. വളരെ കാര്യങ്ങൾ വിശദീകരിച്ച് സംസാരിച്ചതിന്. അദാനി ഗ്രൂപ്പിന്റെ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുന്നതായി US ഫോറൻസിക് ഫിനാൻഷ്യൽ റിസർച്ച് സ്ഥാപനമായ ഹിൻഡൻബർഗ് വ്യക്തമാക്കുകയാണ്. അദാനി ഓഹരികൾക്ക് വലിയ തിരിച്ചടിയാണ്, വീഴ്ചയാണ് ഓഹരി വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. അനീഷ് ചെറുവള്ളിയാണ് മറ്റു വിവരങ്ങളും നൽകിയത്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.